ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. അതിപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടി മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഞാനിവിടെ ഒരു 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുറിച്ച് ചേർത്ത് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വയ്ക്കുക ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് കേട്ടോ. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. എഗ് മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുളക് പൊടിക്ക് പകരം കുരുമുളക് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കുക. അത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടായി പോകരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി മസാല ഞാനിവിടെ ഒരു സൈഡിലേക്കൊന്ന് നീക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മാവ് ഞാൻ 1 കപ്പാണല്ലോ എടുത്തത്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് അളവിൽ എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളിത് ചിക്കി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല പീസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. മുട്ട ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ മുട്ടയ്ക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യമേ സവാള വഴറ്റുന്ന സമയത്ത് കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വേണമെന്നില്ല. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ മാവിൽ നിന്ന് ഒരു അത്യാവശ്യം വലിപ്പത്തിൽ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അത് കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതിയാകും, പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു അളവിൽ. ഇനി ഇത് നമുക്ക് കൈക്കുള്ളിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. നിങ്ങളിത് മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെറും മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കനോ പനീറോ ഒക്കെ ചേർക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഉള്ളിൽ അത് വെച്ചതിന് ശേഷം ഇതെല്ലാം ഒരു സൈഡ് പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇത് ചുരുട്ടിയെടുക്കുമ്പോൾ ഈ സെൻറ്ററിൽ അത്യാവശ്യം വലിപ്പത്തിൽ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം അത് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക.
അല്ലെങ്കിൽ ഒരു വശം ഒരുപാടങ്ങ് കട്ടിയായിട്ട് കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ആ ബോൾ ഷേപ്പിൽ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കുന്ന സമയത്ത് ഫില്ലിങ് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളിത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2-3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു പരന്ന പ്ലേറ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മാവിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് എനിക്കിത് വെച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ഷേപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതിയാകും കേട്ടോ, പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം കളഞ്ഞിട്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെ അതേ കടായിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഈ ടൈമിൽ കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ ടൈം എടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഞാനിതിവിടെ 1-2 മിനിറ്റ് മാത്രമേ ഇത് വേവിക്കാനായിട്ട് വെച്ചിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുതിർന്നവർക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡൊന്നും എണ്ണയിൽ മുങ്ങി കിടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് സൈഡൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൈഡ് ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിച്ച് അതിൽ നന്നായിട്ട് തന്നെ അതൊന്ന് മുക്കി പൊരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാകും. അതൊന്ന് നന്നായിട്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരത്തില്ല കേട്ടോ. ഇതുപോലെ സൈഡൊന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. നമ്മൾ ആദ്യമേ വേവിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വേവിക്കാതെ വെക്കുന്ന സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സമയമൊന്ന് അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഒന്ന് വേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഇതുപോലെ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റുള്ള ഒരു പാത്രം എടുത്തത്. അപ്പം നമുക്ക് സൈഡിലോട്ട് ഇതുപോലെ ചേർത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്നാക്സ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്താലും അധികം എണ്ണ ഒന്നും കുടിക്കത്തില്ല. അതുകൊണ്ട് എണ്ണ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് പൊടിയും മൈദയും അങ്ങനെയാണ്, അധികം എണ്ണ പിടിക്കുന്ന ഒരു സ്നാക്സ് അല്ല. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾക്ക് ടിഫിനിലോ ഇനി ഡിന്നറായിട്ടൊക്കെ കഴിക്കുമ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നില്ല. ടിഫിനിൽ കൊടുത്തു വിടുമ്പോൾ വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.